മുസ്ലിം സ്വാധീന മേഖലയിൽ സീമാഞ്ചൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം NDAയും RJDയും. അല്ല, അതിന് കാരണം എന്താ പറയുക? അതിന് കാരണം ഒവൈസിയാണ്. ഒവൈസി 100 സീറ്റ് മത്സരിക്കുകയാണ്. മഹാഗഠബന്ധന് വലിയ മുന്നേറ്റം ഇല്ല 5 ഇല്ല. അവിടെ കഴിഞ്ഞ തവണ ഒവൈസി 5 സീറ്റ് പിടിച്ചു. ഉണ്ടായില്ല. ഞാൻ പറഞ്ഞത് ഒവൈസി 5 സീറ്റ് പിടിച്ചു. അല്ല, കഴിഞ്ഞ തവണ ഒവൈസി 5 സീറ്റ് പിടിച്ചു, NDA 12 സീറ്റ് പിടിച്ചു, ബാക്കിയാണ് RJD കിട്ടിയത്. അവിടെ NDA ഉണ്ടായിരുന്നു. 100 സീറ്റ് പിടിച്ചു ഒവൈസി. വളരെ പ്രധാനപ്പെട്ട ഈ സീമാഞ്ചൽ മേഖലയിൽ സീമാഞ്ചൽ RJD ഇക്കുറി പറഞ്ഞത് ഇത്രയധികം BJP എതിരെ സംസാരിച്ചു, എന്തുകൊണ്ട് ഒവൈസിക്കെതിരെ മാത്രം BJP കേസ് എടുക്കുന്നില്ല, ഒരു EDയും ഒവൈസിയുടെ വീട് പോകുന്നില്ല ചോദിച്ചുകൊണ്ടിരുന്നതാണ്. എന്തായാലും ഒവൈസി 100 സീറ്റ് മത്സരിച്ചു. ഒവൈസി കോടികൾ ഇറക്കി അവിടെ വർക്ക് നടത്തി. ഒവൈസി വോട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒവൈസി BJP-കാരനാണ്, BJP-ക്ക് വേണ്ടി ഈ പറയുന്ന വോട്ട് സ്പ്ലിറ്ററാണ് എന്നുള്ള RJD ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് അവിടെ സീമാഞ്ചൽ മേഖലയിലെ മുസ്ലിം വോട്ടുകൾ നെടുക പിളർന്നു. ആ നെടുക പിളർച്ച NDAക്ക് ഗുണകരമാവുന്നു, RJDക്ക് അവിടെ ക്ഷീണമാവുന്നുണ്ട്. ഒവൈസി എത്ര സീറ്റ് പിടിക്കുന്ന അല്ല, ഒവൈസി എത്ര സീറ്റുകളിൽ തോപ്പിക്കുന്നു ഈ മഹാസഖ്യത്തെ എന്നുള്ളത് പ്രധാനമാണ്. ഇക്കുറിയും ഒവൈസി കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ ദൗത്യം RJDയുടെ ഭാഷ പ്രകാരം ആ ദൗത്യം 160 ആപ്പിള ഏത്തപ്പഴം പുഴുങ്ങിയത് അടക്കം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഏത്തപ്പഴം പുഴുങ്ങിയത് നല്ല ആപ്പിളാണിത്. ഊട്ടി ആപ്പിളാണ്. ഊട്ടി ആപ്പിൾ നല്ല സുന്ദര ഊട്ടി ആപ്പിളാണ് ഇത്. ഇതാണ് വയനാടൻ ഏത്തപ്പഴം. നേന്ത്രപ്പഴം പുഴുങ്ങിയതാണ്. ഇത് സൂപ്പർ പഴമാണ്. ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഇന്നലെ സൂപ്പർ നേന്ത്രപ്പഴമാണ്. തേൻ പോലെ മധുരമുള്ള നല്ല നേന്ത്രപ്പഴമാണ്. ഇത് ഭയങ്കര ടേസ്റ്റ് ആണ്. ഇത് ഊട്ടി ആപ്പിളാണ്. ഊട്ടിയിൽ നിന്ന് വന്ന ആപ്പിളാണ് ഇത്. സൂപ്പർ ആപ്പിളാണ്. നമ്മൾ സന്തോഷിച്ചു അങ്ങനെ പറയില്ലല്ലോ. താഴെ വെച്ചോട്ടെ. ശരി. അവിടെ BJP 70-ലേക്ക് ഉയരുന്നു. പ്രായം ഉണ്ടെങ്കിലും ഓക്കെ. എന്താ BJP 70-ലേക്ക് ഉയരുന്നു, JDU 75-ലേക്ക് അങ്ങനെ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ JDU പ്രസക്തമാണ് എന്ന് പറഞ്ഞാൽ SK നിധി അതായത് നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ ഈ യാദവ് മുസ്ലിം കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ജാതി മത ഭേദമന്യേ അവിടുത്തെ സ്ത്രീകൾ പരമദരിദ്രമായ ഗ്രാമങ്ങളെ സ്ത്രീകൾക്ക് 10,000 രൂപ എന്ന് പറഞ്ഞാൽ അത് വലിയ എമൗണ്ടാ. ചെറിയ എമൗണ്ട് അല്ല, വലിയ എമൗണ്ടാ. ആ വലിയ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിന് മറച്ചു വയ്ക്കാൻ പറ്റില്ല. അല്ല, പറ്റില്ല. മഹാഗഠബന്ധന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്ന് മദ്യനിരോധനം ഭാഗികമായി പിൻവലിക്കുമെന്നല്ല. ഇന്ത്യ സഖ്യത്തിന്റെ സീറ്റിലെ ലീഡ് 79 കുറച്ചിട്ടുണ്ട്. ഒരെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ 79 160. NDA 160. ഭാഗികമായി പിൻവലിക്കുമെന്നായിരുന്നു. അതായത് തൊഴിലാളികളെ സഹായിക്കുമെന്നായിരുന്നു. പക്ഷെ അവിടുത്തെ സ്ത്രീകൾ അത് അംഗീകരിച്ചില്ല. ജൻസുരാജ് പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളൊന്നും മദ്യനിരോധനം നടപ്പാക്കില്ല എന്നായിരുന്നു. അപ്പൊ മദ്യനിരോധനം അവിടുത്തെ പ്രധാനപ്പെട്ട പണ്ട് കേരളത്തിൽ AK ആന്റണിയും മദ്യനിരോധനം കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പിൽ അതായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയം. പക്ഷെ അന്ന് കോൺഗ്രസിനെ സഹായിച്ചില്ല. ഈ JDU ഈ സ്ത്രീകളുടെ കോൺസ്റ്റിറ്റ്യൂൻസി ഉണ്ടാക്കിയത് പെട്ടെന്നുണ്ടാക്കിയതല്ല. അത് കാലാകാലങ്ങളിൽ സ്ത്രീകളെ കൂടെ ചേർത്തുകൊണ്ട് ഇപ്പോൾ മദ്യനിരോധനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ JDU വലിയ ഉപകാരപ്പെട്ടതാണ്. ഇക്കുറി 10,000 രൂപ എന്ന് പറയുന്നത് നമ്മൾ പിന്നെയും നമ്മുടെ ശ്രീനാഥ് ഈ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പോയതാണ്. അവിടുത്തെ പരമദരിദ്രാവസ്ഥ കണ്ടതാണ്. അവിടെ ഈ പറയുന്ന എന്താണ് വെളിപ്രദേശങ്ങളിൽ ഇരുന്ന് ഈ പറയുന്ന 2 രൂപ പോകുന്ന മനുഷ്യന്മാരൊക്കെ നമ്മൾ ഒരുപാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.